നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കേഴ്സറാണ്. DBMS ഉള്ള കേഴ്സർ എന്താണെന്ന് നോക്കാം. എങ്ങനെയാണ് കേഴ്സർ വർക്കിംഗ് വിത്ത് കേഴ്സർ. പിന്നെ അതിനകത്ത് വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൗണ്ട് ആൻഡ് അൺബൗണ്ട് കേഴ്സർ, പിന്നെ ഡിക്ലറേഷൻ, ഫെച്ച്, മൂവ്, അപ്ഡേറ്റ് ആൻഡ് ഡിലീറ്റ്, ക്ലോസ്, പിന്നെ ലൂപ്പിംഗ് ത്രൂ എ കേഴ്സർ, അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താ കേഴ്സർ നോക്കാം. കേഴ്സർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോഗ്രാം, അതായത് നമ്മളിപ്പോൾ ഡാറ്റാബേസിനകത്ത് കംപ്ലീറ്റ് ഡാറ്റാബേസ് ആക്സസ് ചെയ്യാതെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഫീൽഡ് ആക്സസ് ചെയ്തുകൊണ്ട് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് കേഴ്സർ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം കേഴ്സറിനെ. എങ്ങനെയാണ് ഇതൊരു മേജർ ഫങ്ഷനായിട്ടാണ് നമ്മൾ കേഴ്സർ യൂസ് ചെയ്യാറ് നോർമലി. അതിന് നമ്മളിപ്പോൾ ഏത് റോ ആണ് നമുക്ക് വർക്കിംഗ് ആയിട്ട് വേണ്ടത്, ആ റോന് നമ്മൾ ആക്റ്റീവ് ഡാറ്റ സെറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത് ആ പർട്ടിക്കുലർ, ഇപ്പോൾ ഒരു ടേബിളിനകത്ത് കുറേ ഫീൽഡ്സ് ഉണ്ടെങ്കിൽ ആ ഫീൽഡ്സിൽ ഏതെങ്കിലും ഒരു ഫീൽഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റോ ആക്റ്റീവായിട്ട് അത് മാത്രം, ആ പർട്ടിക്കുലർ റോ മാത്രം നമുക്ക് ഗെറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിങ്ങനെ കേഴ്സർ പ്രോഗ്രാമിംഗ് ഉപയോഗിക്കാം. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ വെച്ചെങ്കിൽ ഡാറ്റാബേസിൻ്റെ ഒരു സ്റ്റോറേജ് കപ്പാസിറ്റി, അതായത് സ്റ്റോറേജിൻ്റെ ഇത് നമുക്ക് കുറച്ച് റെഡ്യൂസ് ചെയ്യാനും, നമുക്ക് പ്രോസസ്സ് അതുമാതിരി ഓരോ പ്രാവശ്യം റിപ്പീറ്റഡായിട്ട് ആ സിസ്റ്റത്തിനെ ഫുള്ളായിട്ട്, അതായത് ഡാറ്റാബേസിനെ ഫുള്ളായിട്ട് റിട്രീവ് ചെയ്ത് ഫുള്ളായിട്ട് ഡിസ്പ്ലേ ചെയ്ത് ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്കും ഒരു പർട്ടിക്കുലർ റോയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ആ ഫുൾ ടേബിൾ വ്യൂ ചെയ്യുക, അതിൻ്റെ ആവശ്യം വരുന്നില്ല. നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ റോ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റോ മാത്രം നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് ആ റോ മാത്രം നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനും അങ്ങനെ പ്രോസസ്സ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ കേഴ്സർ പ്രോഗ്രാം ഉപയോഗിക്കുന്നത്. ഇനി കേഴ്സറിൻ്റെ ആക്ഷൻസ് പറയുന്നത് ഡിക്ലെയർ കേഴ്സർ, ഓപ്പൺ, ഫെച്ച്, ക്ലോസ്, ഡീഅലോക്കേറ്റ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ആക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഡിക്ലെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കേഴ്സർ പ്രോഗ്രാമിൽ കേഴ്സർ, ആ SQL സ്റ്റേറ്റ്മെൻറ്റിനകത്ത് കേഴ്സർ എന്ന പ്രോഗ്രാം അല്ലെങ്കിൽ കേഴ്സർ എന്നുള്ളത് ഡിക്ലെയർ ചെയ്യുക എന്നുള്ളതാണ്. ഓപ്പൺ എന്ന് പറഞ്ഞാൽ കേഴ്സറിനെ, ഡിക്ലെയർ ചെയ്ത കേഴ്സറിനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഓപ്പൺ ചെയ്യുക. അത് ഓരോന്നിനും കോഡുണ്ട്, ആ കോഡ് എന്താണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അതേപോലെ ഫെച്ച് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓപ്പൺ ചെയ്തു, നമ്മളത് പ്രോസസ്സ് ചെയ്തിട്ട് അതിലെന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം നിന്നും 1ൽ നിന്ന് 2ലേക്ക്, ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അടുത്തതിലേക്ക് നമുക്ക് കണക്ഷൻ ഫോർവേഡ് ചെയ്യുക, നമുക്കതിനെ പ്രോസസ്സ് ചെയ്യുന്നതാണ് ഫെച്ചിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റ മാനിപ്പുലേഷൻ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ക്ലോസ് ചെയ്യുന്നതിനാണ്, കേഴ്സർ ക്ലോസ് ചെയ്യുന്നതിനാണ് ക്ലോസ് എന്ന് പറയുന്നത്. ഡീഅലോക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ കേഴ്സറിനെ പൂർണ്ണമായിട്ടും ഡിലീറ്റ് ചെയ്തിട്ട് ആ സിസ്റ്റം റിസോഴ്സ് കേഴ്സറുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിന്ന് ഫ്രീ ആക്കുന്നതിനെയാണ് ഡിലീറ്റ് എന്ന് പറയുന്നത്. ഇനി ടൈപ്പ് ഓഫ് കേഴ്സേഴ്സ്, ഒന്ന് ഇംപ്ലിസിറ്റും ഒന്ന് എക്സ്പ്ലിസിറ്റും ആണുള്ളത്. ഇംപ്ലിസിറ്റ് കേഴ്സർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻബിൽഡ് ആണ്, അല്ലെങ്കിൽ ഡെവലപ്പേഴ്സ് അവരുടെ പ്രൈവറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സിസ്റ്റത്തിനകത്ത് ഇൻബിൽഡായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇംപ്ലിസിറ്റ് കേഴ്സർ എന്ന് പറയുന്നത്. അതിനെ ഓട്ടോമാറ്റിക്കലി ആണത് ക്രിയേറ്റ് ആവുന്നത്. ഓക്കെ, അടുത്ത എക്സ്പ്ലിസിറ്റ് കേഴ്സർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യൂസർ ഡിഫൈൻഡ് ടൈപ്പ് എന്ന് പറയാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് PostgreSQLൻ്റെ PL/SQL എന്ന് പറയും, പ്രൊസീജിയറൽ ലാംഗ്വേജ്. അതായത് പ്രൊസീജിയർ ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് കുറച്ച് പ്രോഗ്രാംസ് നമുക്ക് ചെയ്യാനുണ്ട്, അതിനകത്ത് നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കേഴ്സർ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഓക്കെ, അത് യൂസർ ഡിഫൈൻഡ് ആണ്, അതിനെയാണ് എക്സ്പ്ലിസിറ്റ് കേഴ്സർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ കേഴ്സർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കേഴ്സർ നെയിം സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് കേഴ്സർ നെയിം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് അതിനെ സജസ്റ്റ് ചെയ്യാം. സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ക്വറി നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ടോട്ടൽ കാണാനായിരിക്കും, അല്ലെങ്കിൽ ടോട്ടൽ കൗണ്ട് കാണാനായിരിക്കും, അല്ലെങ്കിൽ ആവറേജ് കാണാനായിരിക്കും. അങ്ങനെ എന്താണോ നമുക്ക് ആവശ്യം ആ ടൈപ്പ് ഓഫ് സെലക്ട് ക്വറി നമുക്ക് അവിടെ കൊടുക്കാം. ഇനി ഹൗ ടു യൂസ് എക്സ്പ്ലിസിറ്റ് കേഴ്സർ എങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഡിക്ലെയർ ചെയ്യുക, പിന്നെ ഓപ്പൺ ചെയ്യുക, ഫെച്ച് ചെയ്യുക, ആവശ്യം കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യുക, ഇത്രേ ഉള്ളൂ സംഭവം. അതിൻ്റെ തന്നെ സിൻറ്റാക്സാണ് കൊടുത്തിരിക്കുന്നത്. ഡിക്ലെയർ വേരിയബിൾ റെക്കോർഡ്സ്, ക്രിയേറ്റ് കേഴ്സർ, ബിഗിൻ,
ഓപ്പൺ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന, അതായത് ലാസ്റ്റ് കുറച്ച് പ്രോഗ്രാംസ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത് പ്രൊസീജിയറൽ ലാംഗ്വേജ് ആണ്. അതിനകത്ത് നമ്മൾ കഴ്സർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എങ്ങനെയെന്നുള്ളതാണ് അതിൻ്റെ സിൻടാക്സ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൽ കഴ്സറിൻ്റെ ഡിക്ലറേഷൻ നമ്മൾ ഓൾറെഡി നോക്കിക്കഴിഞ്ഞു, എങ്കിലും ജസ്റ്റ് നോക്കുക. അതിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഡിക്ലെയർ കഴിഞ്ഞാൽ കഴ്സർ നെയിമാണ്. കഴ്സർ നെയിം ഇഷ്ടമുള്ള ഇവിടെ കേഴ്സ് 2 കേഴ്സ് 1 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. കേഴ്സർ 2 കേഴ്സർ 4 സെലക്ട് സ്റ്റാർ ഫ്രം ടെങ്ക് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടെങ്ക് 1 എന്നുള്ളതിലത്തെ ഫുൾ ഡാറ്റാസും ഈ കേഴ്സർ ത്രൂ ഡിസ്പ്ലേ ചെയ്യണം. കേഴ്സറിൻ്റെ സഹായത്തോടെ അതിനകത്തുള്ള ഏതെങ്കിലും പർട്ടിക്കുലർ റോ ആയിരിക്കാം, അല്ലെങ്കിൽ ഫുൾ ഫീൽഡ് ആയിരിക്കാം ഡിസ്പ്ലേ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഓപ്പണിങ് എ ബൗണ്ട് കേഴ്സർ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഇത് ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവില്ല. നമുക്ക് എപ്പോഴാണോ ആവശ്യം ആ സമയത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിനെയാണ് ബൗണ്ട് കേഴ്സർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് കേഴ്സർ കനോട്ട് ബി ഓപ്പൺ ഓൾറെഡി ഓപ്പൺ ആയിരിക്കില്ല. നമുക്ക് എപ്പോഴാണോ ആവശ്യം ആ സമയത്ത് മാത്രം ഓപ്പൺ കൊടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കേഴ്സറിനെയാണ് ബൗണ്ട് കേഴ്സർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അൺബൗണ്ട് എന്ന് പറയുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും വരിക. ഇനി കഴ്സറിൻ്റെ ഫെച്ചിൻ്റെ സിൻടാക്സ് കൊടുത്തിട്ടുണ്ട്. ഫെച്ച് ഡയറക്ഷൻ ബ്രേസസിൽ ഫ്രം ഇൻ കേഴ്സർ ഇൻ ടു ടാർഗറ്റ്. ഫെച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് ഞാനിപ്പോൾ ഒരു ഡയഗ്രാം കാണിച്ചു തരാം. ഫെച്ചിൻ്റെ സിൻടാക്സ് പറയുമ്പോൾ ഫെച്ച് ലാസ്റ്റ് ഫ്രം കേഴ്സർ 3 ഇൻ ടു XY. അതായത് എവിടെ നിന്നാണോ നിൽക്കുന്നത് അവിടെ നിന്ന് ആ കഴ്സർ ഉപയോഗിച്ചിട്ട് എവിടേക്കാണോ പോവേണ്ടത് അതാണ് ഫെച്ചിൽ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ നിന്ന് വളയംകുളത്ത് നിന്ന് ചങ്ങരംകുളം പോകണമെങ്കിൽ കറൻ്റ് നമ്മൾ നിൽക്കുന്നത് വളയംകുളമാണെങ്കിൽ ഫെച്ച് വളയംകുളം ഫ്രം ആരുടെ സഹായത്തോടെ കഴ്സറിൻ്റെ പേര് ഇൻ ടു ചങ്ങരംകുളം എന്ന് പറയുന്നത് നമ്മളിപ്പോഴുള്ള പൊസിഷനിൽ നിന്ന് അടുത്ത പൊസിഷനിലേക്ക് മാറാൻ ഫെച്ച് എന്ന് പറഞ്ഞാൽ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫെച്ച് എന്ന് പറയുന്നത്. ഫെച്ചും മൂവും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. മൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഫെച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നിൽക്കുന്ന പ്രോസസ്സിനെ അതിന്ന് അടുത്ത പ്രോസസ്സുമായിട്ട് കണക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫെച്ച് എന്ന് പറയുന്നത്. മൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലേക്ക് നീങ്ങുക എന്നുള്ളതാണ് മൂവ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ അപ്ഡേറ്റും ഡിലീറ്റും എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ നമുക്ക് നമ്മൾ ഇതിൽ വരുന്ന മാറ്റങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാനും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ക്ലോസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ കേഴ്സറിനെ ക്ലോസ് ചെയ്യുക. ക്ലോസ് കേഴ്സർ സെമിക്കോളൻ കൊടുത്താൽ, അത് കേഴ്സർ എന്ന് പറയുന്നത് കേഴ്സർ നെയിമാണ്. സെമിക്കോളൻ കൊടുത്താൽ ഇത് ക്ലോസ് ആവും. ഓക്കെ, ഇനി നെക്സ്റ്റ് ലൂപ്പിംഗ് ത്രൂ എ കേഴ്സർ റിസൾട്ട്. കേഴ്സർ ലൂപ്പ് വഴി എങ്ങനെ ചെയ്യുന്നത് നോക്കിയാൽ, അപ്പോൾ ഫോർ റെക്കോർഡ് വേർ പറഞ്ഞിട്ടൊരു വേരിയബിൾ കൊടുത്തിട്ടുണ്ട്. ഇൻ ബൗണ്ട് കേഴ്സർ ആർഗ്യുമെൻറ്റ് വാല്യൂസ് സ്റ്റേറ്റ്മെൻറ്റ്സ് എൻഡ് ലൂപ്പ്. ഇവിടെ ഫോർ ലൂപ്പാണ് ഉപയോഗിക്കുന്നത്. ഫോർ ലൂപ്പ് ഉപയോഗിച്ച് നമ്മൾ ഒന്നൊന്ന് ഇത്ര വരെ എന്ന് പറയുന്നതിന് പകരം ഈ കേഴ്സറിൽ നിന്നും അടുത്ത കേഴ്സർ വരെ അല്ലെങ്കിൽ ഇന്ന കേഴ്സറിനകത്ത് ഇന്ന വേരിയബിൾ വെച്ചിട്ടാണ് എന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ കേഴ്സർ 1-നകത്തുള്ള വേരിയബിളാണ് ഇത് എങ്കിൽ നമുക്ക് ലൂപ്പിനകത്ത് കയറും, പ്രോസസ്സ് ചെയ്യും, എന്നിട്ട് ലൂപ്പ് ക്ലോസ് ചെയ്യും. ഇപ്പോൾ അതിനകത്തുള്ള വേരിയബിൾ അല്ല എങ്കിൽ ആ പർട്ടിക്കുലർ ലൂപ്പ് പ്രോസസ്സ് ചെയ്യില്ല. അതാണ് ലൂപ്പിംഗ് ത്രൂ കേഴ്സർ എന്ന് പറയുന്നത്. ദർ ഈസ് എ വേരിയൻറ്റ് ഫോർ ലൂപ്പ് ദാറ്റ് അലൗസ് ഇറ്ററേറ്റിംഗ് ത്രൂ എ റോസ് റിട്ടേൺ ബൈ ദ കേഴ്സർ. ആ കേഴ്സർ റിട്ടേൺ ചെയ്തിട്ടുള്ള റോസ് നമുക്ക് ഐറ്ററേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു വേരിയബിൾ വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ആ വേരിയബിൾ അതിനകത്ത് പ്രസൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ആ വേരിയബിൾ വെച്ചിട്ട് കണ്ടീഷൻ ശരിയാണെങ്കിൽ നമ്മൾ ആ പർട്ടിക്കുലർ ലൂപ്പ് ഐറ്ററേഷൻ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കും. The cursor variable must have been bound
to some query when it was declared and it is not open ഓൾറെഡി ഓപ്പൺ ആയിരിക്കില്ല ഒരിക്കലും. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആ പ്രസൻ്റ്ലി നമുക്കത് ഓപ്പൺ ചെയ്തിട്ട് വേണം നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഓക്കെ, ഇതിൽ എന്താണ് സെയിം കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ റിപ്പീറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് ഈ ഡയഗ്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേഴ്സർ പ്രോഗ്രാമിങ്ങിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഡയഗ്രമാണിത്. നമുക്ക് ഡിക്ലെയർ ചെയ്തു, അതിനുശേഷം കേഴ്സർ ഓപ്പൺ ചെയ്തു, അവിടെ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ഫെച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഈസ് എം ടി ഓർ നോട്ട് എന്നുള്ളത് ചെക്ക് ചെയ്തു. എം ടി ആണെങ്കിൽ അത് ക്ലോസ് ചെയ്തു. എം ടി അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയി അടുത്ത പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി വീണ്ടും ഫെച്ചിലേക്ക് തന്നെ പോകും. മനസ്സിലായോ? ഇതാണ് ഈ ഡയഗ്രാം. ഒന്നുകൂടെ പറയാം. കേഴ്സർ ഡിക്ലെയർ ചെയ്തു, ദെൻ അവിടുന്ന് കേഴ്സർ ഓപ്പൺ ചെയ്തു, അവിടുന്ന് ഫെച്ച് ചെയ്ത് പ്രോസസ്സ് ചെയ്യാൻ റെഡി. അപ്പോൾ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡയമണ്ട് ഷേപ്പ് തൊട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് വെദർ ദ കേഴ്സർ ഈസ് എം ടി ഓർ നോട്ട്. എം ടി ആണെങ്കിൽ ആ കേഴ്സർ നമുക്ക് ക്ലോസ് ചെയ്യാം, പിന്നെ പ്രോസസ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. എം ടി അല്ല, നോ ആണ് റിസൾട്ട് എങ്കിൽ വീണ്ടും എങ്ങോട്ട് പോകും, ഫെച്ച് എന്ന സ്റ്റേജിലേക്ക് പോകും. അവിടെ നിന്ന് അടുത്ത ഫീൽഡിനെ ഫെച്ച് ചെയ്യും. ഓക്കെ, പിന്നെ എന്താണ് ഇവിടെ പറയുന്നത്, ഇപ്പോൾ കേഴ്സർ ഇങ്ങനെ കേഴ്സർ 1 2 3 ഇപ്പോൾ കേഴ്സർ ഉണ്ടെങ്കിൽ ഫസ്റ്റ് കേഴ്സർ ആദ്യം മൂവ് ചെയ്യും, ദെൻ സെക്കൻഡ് കേഴ്സർ, തേർഡ് കേഴ്സർ, അങ്ങനെ മൂവ് ചെയ്യും. അല്ലാണ്ട് ഒന്നിച്ച് കേഴ്സറിനകത്തുള്ള എല്ലാ ഫീൽഡ്സും കൂടെ അല്ലെങ്കിൽ എല്ലാ റോസും കൂടെ ഒന്നിച്ചായിരിക്കില്ല മൂവ് ചെയ്യുക. 1 by 1 റോ ആയിട്ടാണ് അത് മൂവ് ചെയ്യുന്നത്. ആ ഡയഗ്രത്തിനെ തന്നെ പോയിൻ്റ് ഔട്ട് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡിക്ലെയറിങ് കേഴ്സർ എങ്ങനെയാണെന്നുള്ള സിൻടാക്സും കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓപ്പണിങ് അൺബൗണ്ട് കേഴ്സർ, എങ്ങനെയാണ് അൺബൗണ്ട് കേഴ്സർ ഓപ്പൺ ചെയ്യുന്നത്, പിന്നെ എങ്ങനെയാണ് ഫെച്ചിങ് നെക്സ്റ്റ് റോ, മൂവിങ് ദ കേഴ്സർ, ഡിലീറ്റിംഗ് അപ്ഡേറ്റിംഗ് ദ റോ, ക്ലോസിങ് ദ കേഴ്സർ, പുട്ടിങ് ഓൾ ടുഗദർ, എല്ലാം കൂടെ ഒന്നിച്ചൊരു എക്സാമ്പിൾ അവർ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എന്തിലുള്ളത്, കേഴ്സറിനകത്ത് വരുന്നത്. കേഴ്സറിനകത്ത് എന്താണ് കേഴ്സർ എന്ന് പറഞ്ഞു, പിന്നെ കേഴ്സർ എന്തിനാണ് കേഴ്സർ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു, കേഴ്സറിൽ എങ്ങനെയാണ് കേഴ്സർ ഡിക്ലെയർ ചെയ്യുന്നത്, എങ്ങനെയാണ് കേഴ്സർ ഓപ്പൺ ചെയ്യുന്നത്, പിന്നെ എങ്ങനെയാണ് കേഴ്സർ ഫെച്ചിങ്, പിന്നെന്താ പറഞ്ഞത്, എന്താണ് അപ്ഡേറ്റ് ഡിലീറ്റ്, പിന്നെ ലൂപ്പിംഗ് ത്രൂ കേഴ്സർ എങ്ങനെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഇതിൽ ഡിസ്കസ് ചെയ്തു. ഇനി ഈ ലിങ്ക് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാം. അത് വെച്ചിട്ട് നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, വീഡിയോ കണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.